വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ എപ്പിസോഡ് നമ്മുടെ സിതാരയും കൃഷ്ണയും വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ സിതാര ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാഥ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അമ്മ വന്ന് എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഒന്നുമില്ല മോളെ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിക്കുക. അവിടെ നല്ല രീതിയിൽ തന്നെ അവൾ പെർഫോം ചെയ്തു എന്ന് പറയും. നവീന് നോക്കി പോലുമില്ല എന്നുള്ള കാര്യമൊക്കെ അറിയിക്കും. പെട്ടെന്ന് സിതാര പറയും അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയും. എന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കീർത്തി താഴെ ഇട്ട കാര്യവും അവൾ രക്ഷപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ ഗാഥയോട് പറയും. അപ്പോൾ ഗാഥ പറയും ഗാഥയ്ക്ക് ഇപ്പോൾ അവളെയാണല്ലേ, അല്ല അമ്മയ്ക്ക് ഇപ്പോൾ അവളെയാണല്ലേ ഇഷ്ടം, അമ്മയെ ലാസ്റ്റിനെ അമ്മയുടെ മകളാണെന്ന് പറയുമല്ലോ അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെട്ട് പോവുക. അപ്പോൾ സിതാര പുറകെ പോകും. മോളെ അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത്, അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളെന്ന് പറയും. അപ്പോൾ സിമിയോട് പറയും ഞാനത് പറയേണ്ടായിരുന്നു പറയും. അപ്പോൾ സിമി പറയാം നല്ല കാര്യം പറയുന്നതിന് എന്താ മേഡം, അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ഇത് ചെയ്യാണ്. ഇതേ സമയത്ത് നവീനാണെങ്കിൽ ഈ കൃഷ്ണൻ മിണ്ടാതെ പോയതിൽ പരിഭവത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും എന്താ സാർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പറയും കൃഷ്ണൻ എന്നോട് നോക്കി പോലുമില്ല, എന്നെ മിണ്ടിയില്ല എന്ന് പറയും. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും അതിനാ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ, ഇവിടുത്തെ അവസ്ഥകൾ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കാണാമെന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നീട് കൃഷ്ണയാണെങ്കിൽ അമ്മയ്ക്ക് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അമ്മയെ ഇത് ചെയ്യുക. അപ്പോൾ അമ്മ പറയും എനിക്ക് നിൻ്റെ ഓഫീസിൽ വരണം എന്നൊക്കെ പറയും. അപ്പോൾ കൃഷ്ണ പറയും അസുഖമൊക്കെ മാറിയിട്ട് അമ്മയെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. പിന്നീട് നവീൻ്റെ പ്രോപ്പർട്ടിയുടെ അവിടെ ചെന്ന് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുന്നു, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നവീൻ്റെ മുത്തശ്ശിയും അവിടെ ഇങ്ങനെ പറയുകയാണ് ഈ കൃഷ്ണയെ പറ്റി നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇനി എങ്ങനെ അത് ചെയ്യുക, അതുകൊണ്ട് തിരുമേനിയെ എത്രയും പെട്ടെന്ന് കാണണം, ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ നവീനും മാണിക്കുഞ്ഞും ആണെങ്കിൽ കൃഷ്ണയെ കാണാൻ വേണ്ടി സിതാരയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഗാഥ എവിടെയുണ്ട്, കൃഷ്ണയുണ്ട്. അങ്ങനെ കൃഷ്ണ നാടൻ വേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പം മാണിക്കുഞ്ഞ് നമ്മുടെ നവീൻ വന്നിട്ട് പറയും എനിക്ക് ഗാഥയെ കാണണം എന്ന് പറയും. അങ്ങനെ ഗാഥയെ കാണിക്കുന്ന കൃഷ്ണയായിട്ടാണ്. കൃഷ്ണയെ കണ്ടിട്ട് കൃഷ്ണയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗാഥയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഗാഥ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പം സിതാരയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കൃഷ്ണയും കൊണ്ട് പുറത്തു പോയി അവരടിച്ചു പൊളിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേനും ഗാഥയുടെ സ്വഭാവം മാറുകയാണ്. ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ